ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് കൺസ്ട്രക്ടർ മെത്തേഡിനെ കുറിച്ചാണ്. ജാവാസ്ക്രിപ്റ്റ് കൺസ്ട്രക്ടർ മെത്തേഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ജാവാസ്ക്രിപ്റ്റ് കൺസ്ട്രക്ടർ. ഇത് വിളിക്കുമ്പോൾ മെമ്മറി ഇറ്റ് ഈസ് കാൾഡ് വെൻ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഫോർ എ ഒബ്ജക്റ്റ്. അതായത് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക മെമ്മറി ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വരുന്നതാണ്. അതായത് നമ്മൾ ജാവ, C++, അങ്ങനെയുള്ള പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഈ കൺസ്ട്രക്ടർ മെത്തേഡ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതാണ്. അതായത് ജാവയിലും അതേപോലെ തന്നെ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നത് ക്ലാസിൻ്റെ അതേ പേരിൽ തന്നെ ആയിരിക്കും കൺസ്ട്രക്ടറിൻ്റെ പേര് കൂടി ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ ജാവാസ്ക്രിപ്റ്റിൽ അത് ഉപയോഗിക്കുമ്പോൾ കൺസ്ട്രക്ടർ എന്ന പ്രത്യേകം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൺസ്ട്രക്ടർ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അടുത്തതായി പറയാനുള്ളത്. ഓക്കെ, കൺസ്ട്രക്ടർ എന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ക്ലാസ്സിനുള്ളിൽ ഒരു കൺസ്ട്രക്ടർ മെത്തേഡ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതേപോലെ തന്നെ ഈ കൺസ്ട്രക്ടർ മെത്തേഡിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് മറ്റു ഭാഗങ്ങളിൽ ഉപയോഗിക്കണമെന്നില്ല. അതായത് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ എന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റു ക്ലാസ്സുകളിലായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് കൺസ്ട്രക്ടർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ്സിൻ്റെ പേര് എംപ്ലോയി എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, കൺസ്ട്രക്ടറിൻ്റെ എന്ന മെത്തേഡിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ വന്ന് നമ്മൾ ദിസ് ഡോട്ട് ID ഈക്വൽ ടു ഒരു ID നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു നെയിമും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, വേരിയബിൾ എന്ന് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പേര് EMP എന്നാണ്. ഓക്കെ, ഈക്വൽ ടു ന്യൂ എന്ന് എഴുതിയതിന് ശേഷം നമ്മളെ ക്ലാസ്സിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ കൺസോൾ ലോഗ് വെച്ചിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ EMP, അതായത് നമ്മളെ ഒബ്ജക്റ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. EMP ഡോട്ട് ആദ്യം തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ID ആണ്. എന്നിട്ട് ഇവിടെ ഒരു സ്പേസ് വരാൻ വേണ്ടി നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ചേർത്ത് കൊടുത്തു. വീണ്ടും നമ്മളിവിടെ വന്ന് നമ്മളെ ഒബ്ജക്റ്റിൻ്റെ പേര് ചേർത്ത് കൊടുത്തു EMP. അതിനുശേഷം ഡോട്ട് നെയിം എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ നെയിമും പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, നമുക്കിതൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ നോഡ് വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നോഡ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളെ ക്ലാസ്സിൻ്റെ പേരെന്താണെങ്കിൽ, അതായത് നമ്മൾ പ്രോഗ്രാമിൻ്റെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ കൊടുത്ത വാല്യൂസ് നമുക്ക് ഈ രൂപത്തിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കൺസ്ട്രക്ടർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇനി നമുക്ക് എങ്ങനെ ഇത് സൂപ്പർ മെത്തേഡ് ഉപയോഗിച്ചിട്ട്, അതായത് സൂപ്പർ എന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ വാല്യൂസിനെ അസസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു ചെറിയൊരു മാറ്റം വരുത്താണ്. ആദ്യം തന്നെ നമ്മളൊരു ക്ലാസ്, ഓക്കെ, ഈ പ്രോഗ്രാം നമുക്കൊന്ന് ആദ്യം മുതൽ ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു കമ്പനി നെയിം എന്നൊരു ക്ലാസ്സാണ് നമ്മൾ ക്ലാസ്സിനായിട്ട് പേര് ചേർത്ത് കൊടുക്കുന്നത്. കമ്പനി നെയിം എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നൊരു ദിസ് ഡോട്ട് കമ്പനി എന്ന് ചേർത്ത് കൊടുത്തു. ഒരു കമ്പനീൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഒരു കമ്പനിയുടെ പേരും നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ് എന്ന കീവേഡ് വെച്ചിട്ട് എംപ്ലോയി എന്നുള്ളൊരു ക്ലാസ്സാണ് നമ്മളിവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായ, അതായത്
ക്ലാസ് നെയിമിൽ നിന്ന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു ഇൻഹെറിറ്റൻസ് മെത്തേഡ് രൂപത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വന്ന് എക്സ്റ്റെൻസ് എന്നൊരു കീവേഡ് ഉപയോഗിച്ചു. അതിനുശേഷം നമ്മൾ മുകളിലത്തെ ക്ലാസ്സിൻ്റെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നമ്മൾ ക്ലാസ്സിൻ്റെ പേര് കമ്പനി നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരു കൺസ്ട്രക്ടർ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മുകളിലത്തെ ക്ലാസ്സിൽ നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ നമ്മൾ മറ്റൊരു കൺസ്ട്രക്ടർ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. കൺസ്ട്രക്ടർ എന്ന് ചേർത്തു. ഇതിൻ്റെ ഉള്ളിൽ പാരാമീറ്റർ ആയിട്ട് ID എന്നും അതേപോലെ തന്നെ നെയിം എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി മുകളിലത്തെ ക്ലാസ്സിലത്തെ ആ വാല്യൂസിനെ നമുക്ക് ഈ ക്ലാസ്സിലേക്കും കൊണ്ടുവരാൻ വേണ്ടി നമ്മളിവിടെ വന്ന് സൂപ്പർ എന്നൊരു കീവേഡ് യൂസ് ചെയ്യുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ കൊടുക്കുന്ന രണ്ട് വേരിയബിളും ഈക്വലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ദിസ് ഡോട്ട് ID എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ഈക്വൽ ടു ID എന്നും ID എന്നും അതേ രൂപത്തിൽ തന്നെ നമുക്ക് ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്നും നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് കോൾ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വന്ന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. വേരിയബിൾ EMP എന്നാണ് ഒബ്ജക്റ്റിൻ്റെ പേര്, ഈക്വൽ ടു ന്യൂ. അതിനുശേഷം നമ്മൾ എംപ്ലോയി എന്നൊരു ക്ലാസ്സിനെയാണ് നമ്മളിവിടെ കാൾ ചെയ്തത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇവിടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു വാല്യൂ ചേർത്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ രണ്ടാമത്തെ പാരാമീറ്റർ വാല്യൂ കൂടി ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ കൺസോൾ ലോഗ് വെച്ചിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ലോഗ് എന്ന് ടൈപ്പ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മൾ എംപ്ലോയി ID ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. EMP ID എന്ന് ചേർത്ത് കൊടുത്തു. ഒരു സ്പേസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എംപ്ലോയി നെയിം ആണ് ചേർത്ത് കൊടുക്കുന്നത്. EMP നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഒരു സ്പേസ് ഇവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ EMP കമ്പനി എംപ്ലോയി കമ്പനി നെയിമാണ്. അപ്പോൾ EMP എന്ന് എഴുതിയതിന് ശേഷം കമ്പനി എന്നും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് സേവ് ചെയ്ത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ നോഡ് വെച്ചിട്ട് തന്നെയാണ് റണ്ണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ആദ്യം നമ്മൾ ID ഏതാണെന്നും രണ്ടാമത് നമുക്ക് നെയിം ഏതാണെന്നും മൂന്നാമത് നമ്മളെ കമ്പനിയുടെ നെയിമും നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ സൂപ്പർ എന്ന കീവേഡ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഉള്ളത്തെ വാല്യൂസിനെ നമുക്ക് ഇതിൽ കൂടി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ എംപ്ലോയി എന്നുള്ള ക്ലാസ്സിനാണ് നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എംപ്ലോയി എന്നുള്ള ഒബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഉള്ളത്തെ ഈ കമ്പനി നെയിം കൂടി ഇതിലായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് കൺസ്ട്രക്ടർ എന്ന മെത്തേഡ് ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോഗ്രാം ചെയ്യും എന്നതിനെക്കുറിച്ചാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും